ബിഗ് ബോസ് ശനിയാഴ്ചത്തെ എപ്പിസോഡാണ്. എല്ലാ ആഴ്ചയും പോലെ ശനിയാഴ്ച നമ്മുടെ ലാലേട്ടൻ വന്നു. ബിഗ് ബോസിലുള്ള എല്ലാവരോടും ചോദിച്ച് നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നിങ്ങളുടെ ഫാമിലിയൊക്കെ വന്ന് എല്ലാവരും സന്തോഷമാണല്ലോ. ഞങ്ങളെല്ലാവരും സന്തോഷമാണ് ലാലേട്ട എന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ മാത്രം വിഷമത്തിൽ. അതാരാ? ബിഗ് ബോസ് വിഷമത്തിലാണ്. അതെന്താ? നിങ്ങളുടെ അടുത്ത് ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും ചീത്തയും പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ വല്ലാത്ത വിഷമമായി ബിഗ് ബോസിന് എന്ന് ലാലേട്ടൻ അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ചിരിയായിരുന്നു. ലാലേട്ടൻ ആദ്യം വിളിക്കുന്ന അനിമോളെയാണ്. അനിമോൾ, എന്താണ് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞത്? അങ്ങനെ ബിഗ് ബോസിന് ഭയങ്കര വിഷമമായി, ബിഗ് ബോസിന് ഫേവറിസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ലാലേട്ട, ഞാൻ അനിമോളോട് അങ്ങനെ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അനിമോളോട് പറഞ്ഞു ബിഗ് ബോസിന് എന്തോ അനിമോളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് അനിമോൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി, സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കുറ്റം പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് അനിമോൾ പറഞ്ഞു. പിന്നെ ലാലേട്ടൻ വിളിക്കുന്ന ഷാനവാസിനെയാണ്. ഷാനവാസ് എന്താ പറഞ്ഞത്? നമ്മുടെ ബിഗ് ബോസ് ദുഷ്ടനാണെന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസും പറഞ്ഞ് ലാലേട്ട എൻ്റെ ചങ്കും പൊട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ഷാനവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബിഗ് ബോസ് സോറി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഇതൊക്കെ ഒരു കളിയല്ലേ, ആഹാരമെല്ലാം നമുക്കൊരു പരിധിയുണ്ട് തരുന്നതിന് എന്ന് പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഷാനവാസ്, നീ ഇപ്പം എന്ത് സുന്ദരനാണ്, നിനക്ക് ആഹാരം കുറച്ച് കൊടുത്തു വിട്ടത് കൊണ്ട് നീ ഇപ്പം സുന്ദരനായിട്ടിരിക്കണം. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഷാനവാസിൻ്റെ ഭാര്യയും പറഞ്ഞു ഇപ്പോൾ ഷാനവാസ് സുന്ദരനായിട്ടുണ്ടെന്ന്. താങ്ക് യു ബിഗ് ബോസ് എന്ന് ഷാനവാസ് പറഞ്ഞു. അങ്ങനെ ലാലേട്ട ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു ബിഗ് ബോസിനെ പറ്റി. അങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ മറുപടി പറഞ്ഞു. പിന്നെ ബിഗ് ബോസും അവരോടൊക്കെ സംസാരിച്ച് അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ആര്യനോടും ജിസേലിനോടും ചോദിക്കുകയാണ് നിങ്ങളെന്താ വഴക്ക് എന്ന്. ജിസേല് പറഞ്ഞു ലാലേട്ട, ഞാൻ ആര്യൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം, രണ്ടുപേരിയ്ക്കുമ്പോൾ ക്യാമറ നമ്മളെയാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങണം, എനിക്ക് ആരും കാണാതെ ഉറങ്ങണം എന്നൊക്കെ ആര്യൻ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ജിസേൽ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ലക്ഷ്മി വന്ന് അവൻ്റെ അടുത്ത് ഇരിക്കുന്നു. അപ്പം സംസാരിക്കുന്നു, അതെനിക്ക് വിഷമമായെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആര്യൻ പറഞ്ഞു അങ്ങനെയല്ല ലാലേട്ട, ജിസേലാണെങ്കിൽ കുശു കുശു എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ എനിക്കൊരു ഇതാണ്. ലക്ഷ്മി ആണെങ്കിൽ അങ്ങനെയല്ല, ലക്ഷ്മി എൻ്റെ അടുത്ത് വന്നിരുന്ന കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ സംസാരിക്കില്ല, എൻ്റെ കാലിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാം കൂടി ജിസേലിൻ്റെ അടുത്ത് നീ കുശു പറയുന്നതെന്ന് പറഞ്ഞു കേട്ടില്ലേ, കണ്ടാന്നും പറഞ്ഞ് അങ്ങനെ ഒരു ബഹളമായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്കിന്ന് കേക്കുണ്ട്, നിങ്ങൾ പോയി അത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിക്കാനൊരു അടിയായിരുന്നു അതിനുശേഷം കാണിക്കുന്നത്. പിന്നെ ലാലേട്ടൻ പറയുന്നു ഒനിയൻ ഔട്ടാണെന്ന് പറഞ്ഞു. ഒനിയൻ പുറത്തു വരാൻ പറയുന്നു. അങ്ങനെ ഒനിയൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോവുകയാണ്. എല്ലാവരുടെ അടുത്തും യാത്ര ചോദിച്ചിട്ട് അങ്ങനെ ഇന്ന്